അടുത്ത് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽസ് 2x ഈസ് 1 ആൻഡ് 1 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 ഒരു കേസ്. അതല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലായിട്ടും ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഫസ്റ്റ് വൺ ആൾജിബ്രൈക്കിലെ നമുക്ക് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ 2x ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ 2x1, എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുന്നത് 2x2 ആണ്. സോ 2x1 ഈക്വൽ ടു 2x2. ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ x1 ഈക്വൽ ടു x2. ദെയർഫോർ എഫ് ഈസ് 1 എന്ന് നമുക്ക് കിട്ടും. കൂടാതെ നമുക്ക് നോക്കിയാൽ ഈ രണ്ടാമത്തെ ആർ ടു ആർ ആണ്. അപ്പോൾ ഇവിടെ ഏതൊരു y എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ദാറ്റ് ഫംഗ്ഷൻ അങ്ങനെ കിട്ടിയാൽ ഈ ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സിനെ ഞാൻ ഇതിനെ y എന്ന് വിളിച്ചാൽ എഫ് ഓഫ് എക്സിൽ y എന്നാവും. y ഈക്വൽ ടു എക്സ് ബൈ 2 എന്ന് കിട്ടും. y ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു y ബൈ 2. അപ്പോൾ നമുക്കൊരു എക്സ് ഇപ്പുറത്ത് കിട്ടും, അത് y ബൈ 2 ആണ്. റൈറ്റ് സൈഡിൽ വൈയും. അത് ശരിയാണെന്ന് നോക്കാം. എഫ് ഓഫ് y ബൈ 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ് 2x ആണ്. അപ്പോൾ എഫ് ഓഫ് y ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു y ബൈ 2, അത് y തന്നെ കിട്ടുകയും ചെയ്യും. ഹെൻസ് എഫ് ഈസ് ഓൺ ടു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സുകൾ 2x എന്നുള്ള ഈ ഫംഗ്ഷൻ 1 ആയിരുന്നു, ഓൺ 2 ആയിരുന്നു. അത് നമുക്ക് ജോമെട്രിക്കലായിട്ട് വേണമെങ്കിൽ നോക്കാം. ജോമെട്രിക്കലായിട്ട് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാം. ആ ഫംഗ്ഷൻ 2x നമുക്ക് കൊടുത്താൽ മതി. ഇവിടെ x² ആണ്, ഞാൻ കൊടുക്കുന്ന ഫംഗ്ഷൻ 2x ആണ്. നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ 2x ആണ്. സോ 2x കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരച്ചു. അത് നമ്മൾ എങ്ങനെ ഈ ലൈനിനെ മൂവ് ചെയ്യിപ്പിച്ചാലും ഈ ലൈൻ ഈ ഗ്രാഫിനെ ഒരൊറ്റ പോയിൻ്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് 1 ഏതൊരു കേസ് എടുത്താലും ഒറ്റ പോയിൻ്റിൽ മാത്രമേ ആ ഗ്രാഫിനെ അത് മീറ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷനാണെന്ന് പറയാം നമുക്ക്. കൂടാതെ ഈ ലൈൻ ഈ ഗ്രാഫിനെ ഈ -∞ മുതൽ +∞ വരെ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റ് മുട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊരു y എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രാഫിൽ ഏതൊരു y എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇറ്റ് ഈസ് 1 അതല്ലെങ്കിൽ നോക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ, x² എന്നുള്ള ഫംഗ്ഷൻ എടുത്താൽ നമ്മൾ ഈ -2 ഇത് ഇവിടെ ഒരു y എടുത്താൽ കറസ്പോണ്ടിങ് എക്സ് നമുക്ക് കിട്ടില്ല. കാരണം അത് ഗ്രാഫിലെ പോയിൻ്റ് വരത്തില്ല, ഗ്രാഫിലെ പോയിൻ്റ് കിട്ടുന്നില്ല. -3 എടുത്താൽ കിട്ടുന്നില്ല, -4 എടുത്താൽ കിട്ടുന്നില്ല, നെഗറ്റീവുകളൊന്നും അവിടെ കിട്ടുന്നില്ല, റേഞ്ചിൽ വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞത് ഓൺ ടു അല്ലെന്ന്. ഇത് 1 അല്ല, ഓൺ ടു അല്ല, നമ്മൾ തൊട്ട് മുമ്പ് എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിൾ അത് 2x ആണ്. അപ്പോൾ 2x നമ്മൾ കൊടുത്തു. 2x കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ എവിടെ പോയാലും ഒരൊറ്റ പോയിൻ്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് 1 കൂടാതെ ഏതൊരു y എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഒരു എക്സ് കണ്ടുപിടിക്കാനും പറ്റും. അത് കാരണം ഇത് ഓൺ ടു ആണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഹൊറിസോണ്ടൽ ലൈൻ കട്ട്സ് ദി ഗ്രാഫ് എക്സാക്ട്ലി അറ്റ് 1 പോയിന്റ്. ഹെൻസ് ഇറ്റ് ഈസ് 1. ഓൾസോ ഫോർ ഈച്ച് y വി ക്യാൻ ഫൈൻഡ് ആൻ എക്സ് സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y. ഏതൊരു y എടുത്താലും നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ അവിടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് 1 ആണ്, ഓൺ 2 ആണ്. ഇതായിരുന്നു നമ്മുടെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ x² ഈസ് നെയ്തർ 1 നോർ ഓൺ ടു. നമ്മൾ തൊട്ടിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ. നമ്മളവിടെ ആ ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓൾറെഡി നമുക്കവിടെ ഇപ്പോൾ ചെയ്തത് 2x ആയിരുന്നു. അപ്പോൾ x² തന്നെ ഉണ്ട്, ഇവിടെ ഫംഗ്ഷൻ x² തന്നെ ഉണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് 1 ബിക്കോസ് ദി ഹൊറിസോണ്ടൽ ലൈൻ ഇതിൻ്റെ ഹൊറിസോണ്ടൽ, അത് 2xൻ്റെ അവിടെ കിടന്ന എക്സാമ്പിൾ. അപ്പോൾ x² പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ -2 ഇമേജ് 4
2ൻ്റെ ഇമേജ് 4 വരുന്നു. ഡിഫറൻറ്റ് എലമെൻസുകളുടെ ഇമേജസ് സെയിം ആയി. സോ ഇറ്റ് ഈസ് നോട്ട് 1 1. അതുപോലെ ഇവിടെ റേഞ്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നെഗറ്റീവ് പാർട്ട് വരുന്നില്ല. കാരണം 0 മുതൽ അങ്ങോട്ട് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് പാർട്ട് അതിൻ്റെ റേഞ്ചിൽ വരത്തില്ല. സോ കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്, അല്ലെങ്കിൽ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല. അതായത് നെഗറ്റീവ് നമ്പറുകൾക്കൊരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അത് കാരണം ഇത് ഓൺ ടു അല്ല. അപ്പോൾ ഇത് 1 1 അല്ല, ഓൺ ടു അല്ല. അതായിരുന്നു നമ്മുടെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്കൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ 3 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേപോലെ തന്നെ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഫസ്റ്റ് വൺ എഫ് ഫ്രം എൻ ടു എൻ നാച്ചുറൽ നമ്പേഴ്സ് വെച്ചാണ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്കത് നോക്കാം. എഫ് ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ ആണ്, നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. അത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇൻജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1 1, സർജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണ്. ഇവിടെ നോക്കുക, നമുക്ക് എൻ ടു എൻ ആണ് എൻ എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ്. 1 മുതൽ ഇങ്ങനെ അങ്ങ് പോവുക, എക്സെട്ര എന്നിട്ട് അതാണ് 1 2 3 5 6 7 ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോകും. ഇവിടെ അതുപോലെ തന്നെ എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട് ഇൻഫിനിറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എഫ് ഓഫ് 1 ഈസ് 1, എഫ് ഓഫ് 1 1 ആണ്, എഫ് ഓഫ് 2 ഈസ് 4, എഫ് ഓഫ് 3 ഈസ് 9 ഇങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ 1ൻ്റെ ഇമേജ് 1, 2ൻ്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 9 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറെ ഒരു എലമെൻ്റിൻ്റെ ഇമേജ് 1 വരുന്നില്ല, വേറെ ഒരു എലമെൻ്റിൻ്റെ ഇമേജ് 4 വരുന്നില്ല, വേറെ ഒരു ഇമേജിൻ്റെ എലമെൻ്റ് ഇമേജ് 9 വരുന്നില്ല, 3ക്ക് മാത്രമേ ഉള്ളൂ 9. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഡിഫറൻറ്റ് എലമെൻസുകളുടെ ഇമേജസ് ഡിഫറൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് 1 1. അപ്പോൾ ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ്. ഇനി ഇത് ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആണെങ്കിൽ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആവണം. ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 4 9 ഇങ്ങനെയുള്ള എലമെൻസുകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറുകളാണ് ഇതിൻ്റെ റേഞ്ചിൽ വരുന്നത്. പക്ഷേ കോഡൊമെയിൻ നോക്കിയാൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, ഇതൊന്നും അതിനകത്ത് വരുന്നുമില്ല, റേഞ്ചിനകത്ത് വരുന്നുമില്ല. സോ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2വിനൊരു പ്രീ ഇമേജ് കാണാൻ പറ്റുന്നില്ല, 3ക്കൊരു പ്രീ ഇമേജ് ഇല്ല, 5നൊരു പ്രീ ഇമേജ് ഇല്ല, 6നൊരു പ്രീ ഇമേജ് ഇവിടെ ഇല്ല, 7ന് പ്രീ ഇമേജ് ഇല്ല, 8ന് പ്രീ ഇമേജ് ഇല്ല. ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ ഇത് 1 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല. നേരത്തെ പറഞ്ഞിരുന്നത് R to R ആയിരുന്നു. R to R ആകുമ്പോൾ അത് 1 1 ആവില്ല, കാരണം അതിനകത്ത് നെഗറ്റീവ് നമ്പറുകൾ ഉണ്ടായിരുന്നു. അപ്പം ഡിഫറൻറ്റ് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ സെയിം ഇമേജ് വന്നിരുന്നു. അത് കാരണമാണ് അവിടെ 1 1 ആവാഞ്ഞത്. ഇവിടെ ഇത് 1 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് വൺ, ഈ സെറ്റ് എന്ന് മാറിയെന്നേ ഉള്ളൂ. ഇസഡ് ടു ഇസഡ് കൊടുത്തു, ഫംഗ്ഷൻ സെയിം തന്നെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്കത് നോക്കാം. ഇസഡ് ടു ഇസഡ് ഇൻറ്റിജേഴ്സ് ആണ് വരുന്നത് അവിടെ. ആ കേസിൽ ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇൻറ്റിജേഴ്സ് ചെയ്യാൻ -4 മുതൽ കൊടുത്തതേ ഉള്ളൂ. -4 -3 -2 -1 അങ്ങനെ 3 വരെ എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലേക്കും. അതിൽ -2 എടുത്താൽ അതിൻ്റെ ഇമേജ് വരുന്നത് 4 ആണ്. 2 എടുത്താലും 4 തന്നെ വരും. -1 എടുത്താൽ -1ൻ്റെ സ്ക്വയർ 1 വരും, 1ൻ്റെ സ്ക്വയർ 1, 0യുടെ 0 ഇങ്ങനെ പോവാം. ക്ലിയർലി ഇവിടെ നിന്ന് നമുക്ക് പറയാം -2ൻ്റെയും 2ൻ്റെയും ഇമേജ് സെയിം ആണ്, -1ൻ്റെയും 1ൻ്റെയും ഇമേജ് സെയിം ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ 1 1 ഫംഗ്ഷൻ. അപ്പോൾ ഇത് 1 1 ഫംഗ്ഷൻ അല്ല. ഇനി ഇത് ഓൺ ടു ആണോ നോക്കാൻ, ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എലമെൻറ്റുകൾക്കൊന്നും തന്നെ പ്രീ ഇമേജസ് ഇല്ല. -4നില്ല, -3ക്കില്ല, -2നില്ല, -1നില്ല, 2നില്ല, 3ക്കില്ല. ഇതിലൊന്നും ഇവിടെ നമുക്ക് പ്രീ ഇമേജ് കാണാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ ഇത് 1 1 അല്ല, ഇത് ഓൺ ടു അല്ല. ഇസഡ് ടു ഇസഡ് ആകുമ്പോൾ ഫംഗ്ഷൻ സെയിം തന്നെ, പക്ഷേ ഈ സെറ്റുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ, വീണ്ടും ഫംഗ്ഷൻ സെയിം തന്നെ, സെറ്റുകൾ വീണ്ടും മാറി. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇവിടെ ചെയ്തതാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം R to R ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ഈസ് നെയ്തർ 1 1 നോർ ഓൺ ടു. ആ സെയിം ആണ് ഇവിടെ പറയേണ്ടത്. ഇനി ഈ 2 ക്വസ്റ്റ്യൻ, 4ാമത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് അത് ചെയ്തു നോക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്തായിട്ട് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് നോക്കാം. 2 ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. എഫ് എന്നുള്ളൊരു ഫംഗ്ഷനും അത് എയിൽ നിന്ന് ബിയിലേക്ക്, ജി എന്നുള്ള ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിൽ നിന്ന് സിയിലേക്ക് ഒരു പുതിയ ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കിയിട്ട് ഡെഫിനിഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ എഫ് ഉണ്ട്, ജി ഉണ്ട്. അതിൽ ജി കോമ്പോസിഷൻ എഫ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് ആദ്യം.
ഇവിടെ എഫും ജി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എഫ് എന്നുള്ളൊരു മെഷീനായിട്ട് വേണേൽ കൺസിഡർ ചെയ്യാവുന്നു. അപ്പോൾ മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ്റെ ഒരു ഇൻപുട്ടാണ് എക്സ്. അപ്പോൾ ആ മെഷീൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടണം. അതേപോലെ ജി എന്നുള്ള മെഷീൻ ഇൻപുട്ടാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുകയും വേണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയും. അപ്പോൾ എക്സ് ബിയിൽ വന്നപ്പോൾ എഫ് ഓഫ് എക്സ് ആയി, സിയിൽ വന്നപ്പോൾ അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയി. അതായത് അൾട്ടിമേറ്റ്ലി എക്സ് എന്നുള്ളത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറി. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേരാണ് ജി കോമ്പോസിഷൻ എഫ്. ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ നമുക്ക് എഫ് കോമ്പോസിഷൻ ജിയും കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇത് തിരിഞ്ഞു വരും, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഫംഗ്ഷനാണ്, രണ്ട് ഫംഗ്ഷൻ. ഒന്ന് നമ്മൾ എഫ് ഓഫ് സൈൻ എക്സ് എന്നും വിളിച്ചു ഒരു ഫംഗ്ഷനെ, അതിനെ എഫ് എന്ന് വിളിച്ചു സൈൻ എക്സ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇവിടെ ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ എക്സ് സ്ക്വയർ, അപ്പോൾ അതിൻ്റെ ഗ്രാഫായി. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ ഒന്ന് നോക്കണം രണ്ടിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം എഫ് കോമ്പോസിഷൻ ജി ഒന്ന് നോക്കാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ഇത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഉണ്ട് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് സ്ക്വയർ ആണ്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സും ആയിരിക്കും. അത് ജി കോമ്പോസിഷൻ എഫ്, അത് സൈൻ സ്ക്വയർ എക്സ് ആണിത്. ഇങ്ങനെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം ഫംഗ്ഷനെ. ഇനി ഇത് സൈൻ എക്സ്, അടുത്ത ഞാൻ കോസ് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ കോസ് എക്സ്. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് സൈൻ കോസ് എക്സ് വന്നു, അടുത്തത് കോസ് സൈൻ എക്സും വന്നു. അപ്പോൾ ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫ്, ദെൻ ഇത് കോസ് എക്സിൻ്റെ ഗ്രാഫ്. ഇനി അതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ അതിൻ്റെ ഗ്രാഫാണ്, അതായത് എഫ് കോമ്പോസിഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് സൈൻ ഓഫ് കോസ് എക്സ്, അതായിരിക്കും ഇത്. അടുത്തത് കോസ് ഓഫ് സൈൻ എക്സ്, ഇതായിരിക്കും രണ്ടാമത്തേത്. ഇങ്ങനെ നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ഫംഗ്ഷനകത്ത് എഡിറ്റ് ചെയ്താൽ നമുക്ക് ഏത് ഫംഗ്ഷൻ കൊടുത്താലും നമുക്കതിൻ്റെ കോമ്പോസിഷൻ കിട്ടും. ഇതായിരുന്നു എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും. ഇനി അടുത്തതായിട്ട് ഒരു ഫംഗ്ഷനെ ഇൻവേർട്ടബിൾ എന്നിപ്പോൾ പറയും. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടബിൾ ഇഫ് ദെയർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ് സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ഐ എക്സ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു ഐ വൈ. കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടണം, എക്സിലെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനും വൈയിലെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനും. അപ്പോൾ ജിയെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന എഫ് റൈസ് ടു -1 എന്ന്. അപ്പോൾ ഇൻവേർട്ടബിൾ എന്ന് പറയണമെങ്കിൽ ഒരു മെത്തേഡ് ഇതാണ്. ജി കോമ്പോസിഷൻ എഫ് എടുക്കുമ്പോൾ ഐ എക്സ് കിട്ടണം, എഫ് കോമ്പോസിഷൻ ജി എന്നുള്ളത് നമുക്ക് ഐ വൈയും കിട്ടണം. അപ്പോൾ അവിടെ നമുക്ക് കോമ്പോസിഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇനി ഇത് തന്നെ വേറെ രീതിയിൽ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, അല്ല അതിനും വരുന്നുണ്ട് പറയാൻ. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ബോത്ത് 1 ആൻഡ് ഓൺ 2. അങ്ങനെ വന്നാൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവും. അത് വിശദമായിട്ട് പിന്നെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ജസ്റ്റ് ഇതൊന്നും നോക്കാം, നമുക്ക് ഈ ഇൻവേർട്ടബിൾ ഡെഫിനിഷൻ വെച്ച് നോക്കാം എന്താണെന്നുള്ളത് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഇൻവേർട്ടബിൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന് ഇൻവേർട്ടബിൾ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഇൻവേർട്ടബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3 അങ്ങനെ കൊടുക്കുക. ഞാൻ 4x + 3 എന്ന് കൊടുത്തു. ജി എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. അത് 4x x - 3 x - 3 വിത്തിൻ ബ്രാക്കറ്റ് ഇടാം. x - 3 x - 3 ഡിവൈഡ് ബൈ നമുക്ക് 4 എന്നെടുക്കാം. ബൈ 4 രണ്ട് ഫംഗ്ഷൻ, എഫ് എന്നുള്ള ഫംഗ്ഷനും ജി എന്നുള്ള ഫംഗ്ഷനും. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. എഫ് എന്നുള്ള ഫംഗ്ഷൻ കാണണമെങ്കിൽ എഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
ജി എന്നുള്ള ഫംഗ്ഷൻ കാണണമെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇത് എഫും ഇത് ജിയുവാ. ഇതിൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐ കിട്ടും. ഇതാണിത് ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അതായത് എഫും ജിയും നമ്മളങ്ങ് മാറ്റി. ഇപ്പോൾ ഈ കിട്ടിയ ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അല്ലെങ്കിൽ തന്നെ ഇവിടെ നോക്കിയാൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ 4 കട്ടാവും, -3 +3 കട്ടായിട്ട് എക്സ് കിട്ടും. അതുപോലെ അടുത്തതും കിട്ടും, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ തന്നെ കിട്ടും രണ്ടിലും. ഇത് വൈ എന്ന് വിളിച്ചാലും മതി, അല്ലെങ്കിൽ എക്സ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കേണ്ട ഇത്രയുള്ളൂ, ഗ്രാഫിക്കലി അല്ലെങ്കിൽ ജോമെട്രിക്കലി രണ്ട് ഫംഗ്ഷൻ ഒന്ന് മറ്റേത് ഇൻവേഴ്സ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ എഫും ആ ഇൻവേഴ്സൂടെ നമ്മൾ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. ഇവിടെ ഇപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ 4x + 3 ആയിരുന്നു, ജി എന്നുള്ള ഫംഗ്ഷൻ x-3/4 ആയിരുന്നു. ഇതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. തിരിച്ചെടുത്താൽ എഫ് കോമ്പോസിഷൻ ജി എടുത്താലും ജി കോമ്പോസിഷൻ എഫ് എടുത്താലും ഇത് തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കും. എഫും ജിയും, അത് എഫിൻ്റെ ഇൻവേഴ്സാണ് ജി, അതായത് x-3/4. ഇത് നമ്മൾ ഡയറക്റ്റ് ആൾജിബ്രയ്ക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്.